ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് കൂട്ടാണ് വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഒത്തിരി ഫുൾ ഡേ ഇല്ല, എന്നാലും ഒരു ഹാഫ് ഡേ ഞാൻ ഇവിടെ ചെയ്യുന്ന ചെറിയ ചെറിയ പണികളും പിന്നെ ഞങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാനാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ വലിയ വീഡിയോസ് ഒന്നും എടുക്കാറില്ല, വല്ലപ്പോഴും മാസത്തിൽ ഒന്നൊക്കെയാണ് ലോങ് വീഡിയോ ഇടാറുള്ളത്. അപ്പം ഇന്ന് വിചാരിച്ചു ഇനിയും തൊട്ട് അങ്ങോട്ട് ചെറിയ ലോങ് വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ അഭിപ്രായം അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ചക്കു കിടന്ന് ഉറങ്ങും. അപ്പോഴത്തേക്ക് ഞാൻ ചായ കുടിച്ച് ഓൾറെഡി മുത്ത് നേരത്തെ എണ്ണിച്ചായിരുന്നു. അപ്പം മുത്താണെങ്കിൽ ചായ ഇട്ട് എനിക്ക് ചായയും ചക്കുവിനും പാലൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പം നീ ഇത് ആസ്വദിച്ച് കുടിച്ചിട്ട് അപ്പോഴത്തേക്ക് ചക്കു എണ്ണിക്ക് വന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ. ചക്കു എണ്ണിക്കാൻ പോവാൻ തോന്നുന്നു. അവൻ അവിടെ കിടന്ന് അനങ്ങുന്നുണ്ട്. ഇപ്പം എനിക്ക് വിളി വരും. അതിന് മുമ്പ് ചായ കുടിച്ച് തീർക്കട്ടെ. ചക്കുവിൻ്റെ വിളി വന്നു. ചക്കുവിനെ പോയി എണീറ്റ് എടുക്കട്ടെ. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ചക്കുവിനെ പോയി എന്താ പൊന്നാണ് ചക്കര പൊന്നാണ്. വാ അവൻ ഇനി പാല് കൊടുക്കണം. പാല് കുടിക്കണം. അച്ഛവിടെ പാലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചക്കു കുടിക്കാൻ. ചക്കു പാല് മൊത്തം കുടിക്കണം. ചക്കു ഇന്ന പാല് കുടിച്ചേ, മൊത്തം കുടിക്കണം, തന്നെ കുടിക്കണം കേട്ടോ. എന്നാ പാല് മൊത്തം കുടിച്ചെടുത്ത്. അമ്മ എടുത്തു തരാം. പെട്ടെന്ന് കുടിക്കണം കേട്ടോ, വെച്ചോണ്ടിരിക്കല്ലേ. ചക്കു പാലും വെച്ച് കുറേ സമയം ഇരിക്കും. പെട്ടെന്ന് കുടിക്കേ മൂസേ. പാല് പെട്ടെന്ന് പാല് കുടി. താഴെ കളയല്ലേ കേട്ടോ, മുറുക്കി പിടിച്ചോണം ഗ്ലാസ്. ചക്കു എണീക്കുമ്പോഴത്തേക്ക് പുതപ്പൊക്കെ റെഡിയാക്കി ബെഡ്ഷീറ്റെല്ലാം റെഡിയാക്കി വെച്ച് കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ട്. അത് പിന്നെ മടക്കാം. അതിനി ബ്രേക്ക്ഫാസ്റ്റ് ചക്കു പാല് കുടിക്കുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. സേമിയ പായസമാണോ മുത്തേ? രാവിലെ സേമിയ ഉപ്പുമാവ് ഇഷ്ടമല്ലായിരിക്കും. ചക്കുപ്പിയാണോ? ചക്കു എന്തെടുക്കും അവിടെ? സേമിയ ഉപ്പുമാവ് ഇഷ്ടല്ലേ? എന്താ ഒരു താല്പര്യക്കുറവ്? ചക്കുപ്പിക്ക് ഇഷ്ടാണോടാ? ഉപ്മാവ് ഇഷ്ടാണോന്ന്? ആണോ? ആൾക്ക് സേമിയ ഉപ്മാവൊക്കെ ഇഷ്ടാണോ? ഇവിടെ എനിക്കും ചക്കുനും ഇഷ്ടമാണ്. മുത്തിന് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും ഞാൻ ഉണ്ടാക്കും. ഈസി അല്ലേ? രാവിലെ എണീച്ച് പിന്നെ എന്നും എന്തോ ഉണ്ടാക്കുന്നതെന്നുള്ള ചിന്തയാണ്. ഇങ്ങനെയൊക്കെ ആകുമ്പം ചക്കു കഴിച്ചോളും. മുത്തും കഴിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ വലിയ താല്പര്യമൊന്നുമില്ല. ഇനി ഞങ്ങൾക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പുറത്ത് പോകണം. എന്തേലും എന്താ ഉച്ചക്കത്തേക്ക് കറി വെക്കാൻ ഇറച്ചിയോ മീനോ എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ട്. അപ്പം വാങ്ങിക്കാൻ പുറത്ത് പോകണം. ഇത് ഒന്ന് തണുക്കട്ടെ, അപ്പോഴത്തേക്ക് ഞാൻ ഉള്ളിയെല്ലാം റെഡിയാക്കാം. ചക്കു രാവിലെ വഴക്ക് തുടങ്ങി. ചക്കുവിനാണെങ്കിൽ ഫുൾ ടൈം അവൻ്റെ കൂടെ കളിച്ചോണ്ടിരിക്കണം. അതും കൊണ്ട് വഴക്കും. രാവിലെ ഓരോ പരാതി പറച്ചിൽ. അവന് ആ ടോയ് വേണം, ഈ ടോയ് വേണം. പിന്നെ അവൻ്റെ കൂട്ടി കളിക്കുക. മുത്തും ചക്കും കൂടെ കളിച്ചോണ്ടിരിക്കാനേ.
ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റൊക്കെ സംഭവിക്കാം. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കൂട്ടൊരു വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പം എന്തെങ്കിലും തെറ്റുകുട്ടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ ഒത്തിരി മുളക് ഇടാറില്ല, ചക്കൂനും കൂടെ കൊടുക്കേണ്ടത് കൊണ്ട് ഒത്തിരി മുളക് ഇടാറില്ല, ഹാഫ് മുളകേ ഇടാറുള്ളൂ. ഇനി കുറച്ച് പാത്രം വരാം. പാത്രം എന്ന് വെച്ചാൽ മുത്ത് അടുക്കളയിൽ കയറുവാണെങ്കിൽ എനിക്ക് പണിയായിരിക്കും. മുത്തെല്ലാം ഹെൽപ്പ് ചെയ്യും, പക്ഷെ പാത്രങ്ങളെല്ലാം അവിടെ ഇങ്ങനെ ഇട്ടേക്കും കഴുകാൻ വേണ്ടിയിട്ട്. പറഞ്ഞാൽ കഴുകുകയൊക്കെ ചെയ്യും, പക്ഷേ രാവിലെ ചായ ഇട്ട പാല് കാച്ചി പിന്നെ മുത്തിനുള്ള കാപ്പിയുടെ പാത്രം കഴുകാനുണ്ട്. ചെയ്തിട്ട് വേണം തൂത്ത് വാരണം. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പുറത്തൊന്ന് പോകാൻ വേണ്ടിയിട്ട് കടയിലേ. ഉള്ളി അരിഞ്ഞ് കണ്ണ് നീറുന്നു. ഇവിടെ ഇപ്പം ഡിസംബർ ആയപ്പോഴത്തേക്ക് നല്ല തണുപ്പായേ. അതുകൊണ്ട് എന്താ ചെരുപ്പിടാതെ തറയിലൊക്കെ നല്ല തണുപ്പാണ്. ചെരുപ്പിടാതെ ഒന്നും തറയിൽ നിൽക്കാനും പറ്റത്തില്ല. എല്ലാവരും ഇങ്ങനാണോ സേമിയ ഉപ്മാവ് ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല. ഇത് എൻ്റെ ഈസി വേ സേമിയ ഉപ്മാവാണ്. എല്ലാവരും നല്ലതായിട്ടൊക്കെ ഉള്ളി അരിഞ്ഞത് കണ്ണ് നീറും. അപ്പം അത് ഉപ്പുമാവിന് അടുപ്പേ വെച്ചു. അപ്പോഴത്തേക്ക് ഞാൻ ഓർക്കുന്ന പുറത്ത് പോകുന്നതിന് മുന്നേ തന്നെ ചോറ് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇനി വന്നിട്ട് ലേറ്റ് ആയിട്ട് പിന്നെ ചോറും കറിയും എല്ലാം കൂടി വെക്കാൻ വേണ്ടിയിട്ട് ചോറ് എടുക്കട്ടെ. അപ്പം ഞാൻ കുക്കറിലാണ് ചോറ് വെക്കുന്നത്. എനിക്ക് അറിയില്ല, ഇതിൻ്റെ ഈ കുത്തരി ഇല്ലേ, അതുകൊണ്ട് അതിൻ്റെ അരിയും കൂടെ അടുപ്പിച്ചിട്ട് പോയാൽ ചോറ് വെച്ച് കുക്കറിലായതുകൊണ്ട് പെട്ടെന്നാവുമല്ലോ. ചോറ് വെച്ചിട്ട് പോയാൽ എനിക്ക് വന്നിട്ട് പിന്നെ കറി മാത്രം വെച്ചാൽ മതി. ശരി ആയതുകൊണ്ട് കുക്കറിലാണ് വെക്കുന്നത്. ഉപ്മാവായി. അപ്പോഴത്തേക്കിനി ചോറ് വെക്കട്ടെ. ചോറും കൂടി വെച്ചിട്ട് പാത്രം കഴിച്ചിട്ട് പോകണം. 11 മണിയാകുമ്പോൾ മുത്തിന് ഡ്യൂട്ടിക്ക് കയറണം. അതിന് മുമ്പേ ഞങ്ങൾക്ക് കടയിൽ പോയിട്ട് വരണം. ചക്കുവും മുത്തും കൂടെ ഇവിടെ ഭയങ്കര കളിയാണ്. ചക്കുവേ വിശക്കുന്നില്ലേ? സമയത്തിരിയായി. ഇപ്പൊ കളിച്ചത് മതി, ഇനി കഴിച്ചിട്ട് കളിക്കാം. കണ്ടോ, ഇത് തന്നെയാണ് ചക്കുവിന്റെ പ്രശ്നം. കണ്ടോ, ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ആണ് ഇത്. ഞങ്ങൾ വെളിയിലാണ് വെക്കുന്നത്. പക്ഷേല് രാത്രി ഇവിടെ ചില ദിവസങ്ങളൊക്കെ മഴയൊക്കെ ഉണ്ട്. അപ്പം അവിടെ വെച്ചിട്ട് ഫുള്ള് മഴ നനയല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എടുത്ത് രാത്രി കിടക്കാൻ നേരത്തെ അകത്ത് വെക്കും. ചക്കുവിന്റെ ഫ്രണ്ട്സിനൊരു ഹായ് പറഞ്ഞേ. ഓടി വാ പെട്ടെന്ന് വാ. പറ ഹായ് പറ. ചക്കുവിന് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിലൊരു ഇതുവരെ ഷോർട്സ് കണ്ട് പരിചയം കാണുമായിരിക്കും, അല്ലാതെ ഞങ്ങളെ പറ്റി പേരോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ
അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചത്. എന്റെ പേര് രാജ്കുമാർ, ഇത് രഞ്ജു, ഇത് ദേവിക്. ഇവന് 3.5 വയസ്സ്. ഞങ്ങളുടെ നാട്ടില് പത്തനംതിട്ട കോഴഞ്ചേരിയിലാണ്. ഇപ്പൊ ഇവിടെ ബാംഗ്ലൂരാണ് താമസം. ഞാൻ ആധാറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് ഞാൻ നേഴ്സാണ്, പക്ഷെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. കുഞ്ഞിനെ ഒക്കെ നോക്കേണ്ടതുകൊണ്ട് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ഇവന് 3 വയസ്സായി. സ്കൂളിൽ ഇപ്പം നെക്സ്റ്റ് ഇയർ അവനെ സ്കൂളിൽ വിടണം. പിന്നെ അപ്പൊ ഞങ്ങൾ ഇതുവരെ വീഡിയോസിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു കാണുമ്പോൾ ഒരു ഇത് ആരെ എന്താന്നൊന്നും അറിയാൻ മേലാതെ അപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞങ്ങൾ അപ്പൊ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഈ ചെറിയ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്താന്ന് വിചാരിച്ചു. പിന്നെ ഒന്നുമില്ല, ഞങ്ങൾ എന്നാ പെട്ടെന്ന് ഇവന് ഫുഡ് കൊടുത്തിട്ട് ഞങ്ങൾക്ക് കടയിൽ സാധനം വാങ്ങിക്കാൻ പോകണം. മുത്തിന് 11 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം. വർക്ക് ഫ്രം ഹോം ആണ്. അപ്പം 11 മണിയാകുമ്പോഴാണ് ഡ്യൂട്ടിക്ക് കയറേണ്ടത്. അതിന് മുമ്പേ കടയിൽ പോയി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വരട്ടെ. അപ്പം കടയിൽ പോയിട്ട് വന്നിട്ട് കാണാം. ബൈ ബൈ, സീ യു പറയണ്ട. ഞങ്ങള് അപ്പം കടയിൽ പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ഇനി ഫുഡ് ഉണ്ടാക്കാൻ. ഓൾറെഡി ചോറ് വെച്ചു, കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് സാധനം വാങ്ങിച്ചിട്ട് പോകണം. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ചുമ്മാ കുറച്ച് ഞങ്ങളുടെ റോഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം സ്കൂൾ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ട്, സ്കൂൾ വണ്ടികളും അതും ഇതും ഒക്കെ ആയിട്ട്. ചക്കുവിനാണെങ്കിൽ ബുൾസൈ വേണമെന്ന് പറഞ്ഞു. അപ്പം മുത്തം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ കൈ മുറിഞ്ഞു ഗൈസ്. വീട് എടുത്ത് പണി ചെയ്യാൻ പോയാണ് ഗൈസ്. എൻ്റെ കൈ മുറിഞ്ഞു. ഞങ്ങള് പുറത്ത് പോയിട്ട് വന്നപ്പം ബീഫ് വാങ്ങിച്ചിട്ട് വന്നേ. അപ്പം അത് ഇനി വേവിക്കാൻ വെക്കണം. ചക്കു ഉറങ്ങി, എന്തായാലും ഫുഡ് കഴിച്ചാൽ അവൻ ഉറങ്ങിയോണ്ട് ഇനി ആ സമയത്ത് എനിക്ക് ചെയ്യാം. എൻ്റെ റൈറ്റ് ഹാൻഡ് തന്നെ കട്ടായതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എല്ലാ പൊടികളൊക്കെ നല്ലതായിട്ട് കൈ വെച്ചിട്ടാണ് നല്ലതായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഇതെല്ലാം കൂടെ. പക്ഷെ എൻ്റെ കൈക്ക് ഇപ്പം പ്രശ്നം ആയതുകൊണ്ട് ഞാനിപ്പം തവി വെച്ചിട്ട് ചെയ്യുന്നത്. ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തേക്കാം. കയ്യേടെ അവത്തേലോട്ട് ബീഫ് ഞാൻ അന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് എനിക്ക് ഉള്ളിയെല്ലാം വൃത്തിയാക്കാം. ഈ കൈ ഇങ്ങനെ ഇരിക്കുന്നോണ്ടേ ഒരു വശം കിട്ടുന്നില്ല. മുത്ത് ഹെൽപ്പ് ചെയ്തേനെ, പക്ഷെ മുത്തിന് പണിയുള്ളതുകൊണ്ട് പറ്റത്തില്ല. ഞാൻ ഇത് പെട്ടെന്നൊന്ന് ഇതാക്കട്ടെ കേട്ടോ. ഉള്ളിയെല്ലാം റെഡിയാക്കി വെച്ചിട്ട് കാണിക്കാം. ഇതിലും പെട്ടെന്ന് നേരത്തെ ആകേണ്ടതായിരുന്നു. കൈയെല്ലാം എൻ്റെ ഇടയ്ക്ക് കൈ മുറിഞ്ഞത് കൊണ്ട് കുറേ ടൈം അങ്ങനെ പോയി. നമ്മൾ പുറത്ത് പോയപ്പം പുറത്ത് പോയിട്ട് വന്ന ചക്കൂനാണെങ്കിൽ എന്തോ എടുത്ത് കൊടുത്തത്, ആ ഒരു ക്യാൻ്റെ അകത്തുനിന്ന് എന്തോ ഒരു സംഭവം, അത് അതിൻ്റെ വക്കിന് എൻ്റെ കൈ കൊണ്ടതാണ് മുറിഞ്ഞ്. ഞാനാണെങ്കിൽ അപ്പം എല്ലാം ഇതിനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ബീഫിനുള്ള. അപ്പം പെട്ടെന്ന് ഇനിയും ബീഫ് കറി ഉണ്ടാക്കി ചോറിനിട്ട് സമയം ഒത്തിരി ആയി. ഇന്നാണെങ്കിൽ പുറത്തൊക്കെ പോകേണ്ടി വന്നുകൊണ്ട് ലേറ്റ് ആയിപ്പോയി. കൈയൊക്കെ അതിൻ്റെ ഇടയിൽ മുറിഞ്ഞില്ലേ, അപ്പം അങ്ങനെ ലേറ്റായി. അത് വെന്ത വന്നിട്ടുണ്ട് കുക്കറായപ്പോൾ ഞാൻ മാറ്റി വെച്ചു. പിന്നെ ഇത് പെട്ടെന്ന് കറി ഉണ്ടാക്കിയിട്ട്, ബീഫ് ഉണ്ടെങ്കിൽ ഇവിടെ വേറെ ആർക്കും വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പം പെട്ടെന്ന് കറി ഉണ്ടാക്കുക, ചോറിനും അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ചെറിയ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക.
എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക.